ഓം ഗം ഗണപതേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായേ നമഃ. സർവശക്തി സ്വരൂപിണിയായിട്ടുള്ള ജഗദംബികയുടെ ആശ്രിതരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പാദ നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇന്നത്തെ സത്സംഗത്തിൽ നമുക്കിനി 12-ാമത്തെ അധ്യായമാണ് വിചാരം ചെയ്യുവാനുള്ളത്. അമ്മയുടെ കൃപ കൊണ്ട് 11 അധ്യായങ്ങൾ നമ്മൾ ഒന്ന് അർത്ഥവിചാരം ചെയ്യുകയുണ്ടായി. ഇനിയും 12-ാമത്തെ അധ്യായം. 12-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് ദേവീചരിത മാഹാത്മ്യമാണ്. നമ്മൾ ഈ കഴിഞ്ഞ കുറേ അധ്യായങ്ങളായിട്ട് അമ്മയുടെ പലതരത്തിലുള്ള മായാവൈഭവങ്ങളുടെ കഥകളായിരുന്നു കണ്ടിരുന്നത്. ഒടുവിൽ ദേവന്മാരുടെ അതിമനോഹരമായ നാരായണീ സ്തുതിയും കണ്ടു. ഇനിയും ദേവിയുടെ മാഹാത്മ്യത്തിൻ്റെ ഈ ദേവീ ചരിതങ്ങളൊക്കെ പഠിക്കുന്നതിൻ്റെയും കേൾക്കുന്നതിൻ്റെയും പാരായണം ചെയ്യുന്നതിൻ്റെയും ഇതിൻ്റെയൊക്കെ മഹത്വം എന്താണ്, മാഹാത്മ്യം എന്താണ് എന്നാണ് പറയുന്നത്. 12-ാമത്തെ അധ്യായം. ദ്വാദശോധ്യായഃ. 1-ാമത്തെ ശ്ലോകം. ദേവ്യുവാച ഏഭിസ്തവൈസ്തു മാം നിത്യം സ്തോഷ്യത്തെ യഃ സമാഹിതഃ തസ്യാഹം സകലാ ബാധാ ശമയിഷ്യാമി അസംശയം. ഇവിടെ ചെറിയ ചില പാഠഭേദങ്ങൾ കാണാം. ഏഭിസ്തവൈസ്തു മാം നിത്യം എന്നുള്ളിടത്ത് ഏഭിസ്തവൈശ്ച അങ്ങനെയും കാണാം. അതേപോലെ തസ്യാഹം സകലാബാധാം നാശയിഷ്യാമി എന്ന് കാണാം. ചില ഗ്രന്ഥങ്ങളിൽ ശമയിഷ്യാമി, രണ്ടും ശരി തന്നെയാണ്. ഏഭിസ്തവൈസ്തു മാം നിത്യം, ഇവിടെ ദേവി തന്നെ പറയുകയാണ്. തുടർന്ന് ഈ ദേവിയുടെ ഭക്തന്മാരായിട്ടുള്ള ദേവന്മാരും മുനിമാരും ഒക്കെ സ്തുതിച്ച ഈ കീർത്തനങ്ങളിലൊക്കെ ദേവി അത്യധികം പ്രസാദിച്ചിട്ട് പറയുന്നതാണ് ഏഭി സ്തവൈസ്തു മാം നിത്യം സ്തോഷ്യത്തെ യഃ സമാഹിതഃ. ഈ സ്തുതി എന്നെ തന്നെ മനസ്സിൽ സദാ വിചാരം ചെയ്തുകൊണ്ട് ഈ സ്തുതികൾ നിത്യവും സ്തുതിച്ചാൽ, മാം നിത്യം എന്നെ നിത്യവും സ്തുതിച്ചാൽ, തസ്യാഹം സകലാബാധാം തസ്യ അഹം അവൻ്റെ എല്ലാവിധത്തിലുള്ള ബാധകളും എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും എല്ലാവിധത്തിലുള്ള സങ്കടങ്ങളും അഹം ശമയിഷ്യാമി അല്ലെങ്കിൽ അഹം നാശയിഷ്യാമി, ഞാൻ എല്ലാത്തിനെയും നശിപ്പിക്കുന്നതാണ്, ശമിപ്പിക്കുന്നതാണ് എന്നുള്ളത് അസംശയം എന്നാണ് പറഞ്ഞത്. ശമയിഷ്യാമി അസംശയം അല്ലെങ്കിൽ നാശയിഷ്യാമി അസംശയം, അത് അസംശയം, യാതൊരു സംശയവുമില്ല. എന്നെ നിത്യവും ഈ സ്തുതികളൊക്കെ എന്നെ തന്നെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ സ്തുതികൾ നിത്യവും പാരായണം ചെയ്യുന്നവരുടെ എല്ലാവിധത്തിലുള്ള ബാധകളെയും സങ്കടങ്ങളെയും ഞാൻ തീർക്കുന്നതാണെന്നതിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, അപ്പോൾ ആ നാരായണീ സ്തുതി 11-ാമത്തെ അധ്യായത്തിലെ നാരായണീ സ്തുതിയുടെ മഹത്വം അമ്മ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇത് നിത്യവും മനസ്സിൽ ഓർത്തുകൊണ്ട് സ്തുതി ചെയ്യുന്നവൻ, മനസ്സിൽ അമ്മയെ സ്മരിച്ചുകൊണ്ട് സ്തുതി ചെയ്യുന്നവരുടെ എല്ലാ സങ്കടങ്ങളും
അമ്മ തീർക്കും. ആ ഭക്തരെ അമ്മ തന്നെ സംരക്ഷിക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. രണ്ടാമത്തെ ശ്ലോകം. മധുകൈഡഭനാശം ച മഹിഷാസുരമർദ്ദനം കീർത്തയിഷ്യന്തി ഏതദ്വദ്വധം ശുംഭനിശുംഭയോ. മധുകൈഡഭനാശം ച, മധുകൈഡഭ അസുരന്മാരുടെ നാശം, അവരുടെ ആ വധം, മഹിഷാസുരമർദ്ദനം, മഹിഷാസുരനെ നിഗ്രഹിച്ചത്, കീർത്തയിഷ്യന്തി ഏതദ്വത്, കീർത്തയിഷ്യന്തി, കീർത്തയിഷ്യന്തി ഏതദ്വത്, ഇത് പ്രകീർത്തിക്കപ്പെട്ടിരിക്കുന്നത് യാതൊന്നിലാണോ? ഏതൊക്കെ? മധുകൈഡഭന്മാരുടെ വധം, മഹിഷാസുരമർദ്ദനം, അതുപോലെ തന്നെ വധം ശുംഭനിശുംഭയോ, ശുംഭനിശുംഭന്മാരുടെ വധത്തെക്കുറിച്ച് യാതൊന്നിലാണോ പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്, കീർത്തിക്കപ്പെട്ടിരിക്കുന്നത്? ഇതിൻ്റെ തുടർച്ചയാണ് അടുത്ത 2 ശ്ലോകങ്ങൾ. നമുക്ക് 3-ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. അഷ്ടമ്യാം ച നവമ്യാം ച ചതുർദശ്യാം വിശേഷത ശ്രോഷ്യന്തി യേ ച വൈഭക്ത്യ മമ മാഹാത്മ്യമുത്തമം. അഷ്ടമ്യാം ച നവമ്യാം ച, അഷ്ടമി, നവമി, പിന്നെയോ ചതുർദശ്യാം വിശേഷത, ചതുർദശി എന്നീ തിഥികളിൽ ഭക്തിയോടുകൂടി ശ്രോഷ്യന്തി യേ ച വൈഭക്ത്യ, ശ്രോഷ്യന്തി കേൾക്കുകയോ, അത് പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്യുന്നത്. എങ്ങനെ? ഭക്തിയ, ഭക്തിയോടുകൂടി അതിനെ കേൾക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുന്നത്. മമ മാഹാത്മ്യമുത്തമം, അതായത് എൻ്റെ ഈ മാഹാത്മ്യത്തെ വർണ്ണിക്കുന്ന ദേവീ മാഹാത്മ്യം എന്ന ഗ്രന്ഥം, ഇത് അഷ്ടമി, നവമി, ചതുർദശി ദിവസങ്ങളിൽ ഭക്തിയോടുകൂടി കേൾക്കുന്നതും പാരായണം ചെയ്യുന്നതും മാഹാത്മ്യം ഉത്തമം, അത്യുത്തമമാണ് എന്ന് അമ്മ നമുക്ക് പറഞ്ഞു തരുന്നു. കഴിഞ്ഞില്ല. അങ്ങനെ ചെയ്യുന്ന ഭക്തന്മാർക്ക് അടുത്ത ശ്ലോകം, 4-ാമത്തെ ശ്ലോകം. ന തേഷാം ദുഷ്കൃതം കിഞ്ചിത് ദുഷ്കൃതോത്ഥ ന ചാപദ ഭവിഷ്യതി ന ദാരിദ്ര്യം ന ചൈവേഷ്ട വിയോജനം. ന തേഷാം ദുഷ്കൃതം കിഞ്ചിത്, അവർക്ക്, തേഷാം എന്ന് പറഞ്ഞാൽ അവർക്ക്, ന ദുഷ്കൃതം കിഞ്ചിത്, അവരൊന്നും ഒരിക്കലും ഒരു പാപമോ അല്ലെന്നുണ്ടെങ്കിൽ ദുഷ്കൃതം എന്ന് പറഞ്ഞാൽ അരുതാത്ത കർമ്മങ്ങൾ, അങ്ങനെ ഒരു പാപമോ, കിഞ്ചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും, അങ്ങനെയുള്ളവരെ ഒരിക്കലും ഒരു പാപമോ, ദുഷ്കൃതോത്ഥാന ചാപത, പാപത്തിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള ദുഷ്കൃത ഉത്ഥ, അതായത് പാപകർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്നതായിട്ടുള്ള ന ച ആപദ, ആപത്തുക്കളോ സംഭവിക്കുകയില്ല. ഭവിഷ്യതി ന ദാരിദ്ര്യം, അവർക്കൊരിക്കലും ദാരിദ്ര്യം ഉണ്ടാകുന്നില്ല, അതായത് ഒരു കാര്യത്തിലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. സദാ അമ്മയുടെ ആ ഒരു സംരക്ഷണം കൊണ്ട് അവരെന്നും പുഷ്ടിയിൽ തന്നെ ജീവിക്കും. കഴിഞ്ഞില്ല. ന ചൈവേഷ്ടവിയോജനം, ന ച ഏവ ഇഷ്ടവിയോജനം, അതായത് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജനങ്ങളുടെ, അത് ഭാര്യയാകാം, മക്കളാവാം, സ്നേഹിതന്മാരാകാം, വസ്തുക്കളാകാം, അതിനൊന്നും ന വിയോജനം എന്നാ പറഞ്ഞത്, അതിനോടൊന്നും പിരിഞ്ഞിരിക്കേണ്ടതായി വരുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവിധത്തിലും കുടുംബപരമായിട്ടാണെങ്കിലും സമ്പത്ത് കൊണ്ടാണെങ്കിലും ഒക്കെയും ദേവിയുടെ ആ ഒരു പൂർണ്ണ സംരക്ഷണം അവർക്കുണ്ടാകുമെന്ന് ജഗദംബിക ഉറപ്പ് തരികയാണ്. എന്തേ വേണ്ടോ? ചൊവ്വ, വെള്ളി, ക്ഷമിക്കണം, നമ്മൾ ഇത് പറയാറുണ്ട് പൊതുവെ ദേവി മഹാത്മ്യം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും വായിക്കുന്നത് ഉത്തമമാണ്, പ്രത്യേകിച്ചും പഞ്ചമവും ഏകാദശവും. ഇനി ദേവി മഹാത്മ്യം ഏതെങ്കിലും ഒരു അധ്യായം, പ്രത്യേകിച്ചും ഇതുപോലെയുള്ള അമ്മയുടെ മഹത്വം വർണ്ണിക്കുന്ന സ്തുതികളല്ലാതെയുള്ള മധുകൈഡഭന്മാരുടെ വധം, മഹിഷാസുരനെ വധിച്ചത്, അതുപോലെ ശുംഭനിശുംഭന്മാരുടെ വധം, ഇതൊക്കെ വായിക്കുന്നത് എന്തിനേറെ ഇനിയും വായിക്കാൻ പറ്റിയില്ലെങ്കിൽ കേൾക്കുന്നത് പോലും അത്യുത്തമമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ, നമ്മുടെ ഇഷ്ട സമ്പത്തുക്കളുടേത് ഒക്കെ സംരക്ഷണത്തിന് അമ്മയുണ്ടാകും. ഇവിടെ നമുക്ക് ഈ കഥകളിലൊക്കെ അമ്മയുടെ സത്വരജസ് തമോ ഗുണങ്ങളെ മുഴുവൻ ആധാരമാക്കിയിട്ടുള്ള അവതാരങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ
തമോ ഗുണപ്രധാനന്മാരായിട്ടുള്ള മധുകൈടഭന്മാരുടെ നിഗ്രഹത്തിന് വേണ്ടിയിട്ട് അമ്മ അവതരിച്ചത് രാജസഭാവത്തിലായിരുന്നു. ഇതിൽ മഹിഷാസുരനെ വധിക്കുന്നതിനായിട്ട് അമ്മ സാത്വിക ഭാവത്തിൽ അവതരിച്ചുവെങ്കിൽ ശുംഭനിശുംഭന്മാരെ വധിക്കുന്നതിനായിട്ട് അമ്മ താമസഭാവത്തിൽ അവതരിക്കുകയും ചെയ്തു. നമ്മൾ കണ്ടിരുന്നു രക്തബീജനെയൊക്കെ വധിക്കുന്നതിനായിട്ട് അമ്മ ആ ഒരു പൂർണ്ണമായും തമോ രൂപത്തെ തന്നെ കൈക്കൊണ്ടുകൊണ്ടായിരുന്നു അമ്മ ആ വധം നടപ്പിലാക്കുന്നത്. അപ്പോൾ ഈ 3 ഭാവങ്ങളിലും അമ്മ പല ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നതിനായിട്ട് അവതരിക്കുകയുണ്ടായി. ഇങ്ങനെയുള്ള അവതാര മാഹാത്മ്യത്തെയും അമ്മയുടെ ആ ഒരു മാഹാത്മ്യത്തിൻ്റെ പ്രഭാവത്തെയും ഒക്കെ നിത്യവും കീർത്തിക്കുന്നത് ഉത്തമമാണ് എന്നാണ് ഇവിടെ അമ്മ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് 5-ാമത്തെ ശ്ലോകമാണ്. ന ശത്രുതോ ഭയം തസ്യ. ഇവിടെ ശത്രുതോ ന ഭയം തസ്യ 2 തരത്തിലും പാഠഭേദമുണ്ട്, ശ്രദ്ധിക്കുക. രണ്ടും ശരിയാണ്. ദസ്യുതോ വാ ന രാജത ന ശസ്ത്രാനലതോ യൗഖാത് കദാചിത് സംഭവിഷ്യതി ന ശത്രുതോ ഭയം തസ്യ. അങ്ങനെ അമ്മയുടെ ഈ മഹാത്മ്യം, ദേവി മഹാത്മ്യം നിത്യവും പാരായണം ചെയ്യുന്നവർക്ക് ന ശത്രുതോ ഭയം, ശത്രുക്കളിൽ നിന്നവർക്ക് ഭയമുണ്ടാവുകയില്ല. ദസ്യുതോ വ ന രാജത, കള്ളന്മാരിൽ നിന്നോ, രാജത എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരിൽ നിന്നോ അവരുടെ മേലധികാരികളിൽ നിന്നോ അവർക്ക് ഉപദ്രവം ഉണ്ടാവുകയില്ല. ന ശസ്ത്രാനല തോയൗഖാത്, അവർക്ക് ശസ്ത്രങ്ങളിലൂടെയോ എന്ന് പറഞ്ഞാൽ ആയുധങ്ങളിലൂടെയോ, അനലം എന്ന് പറഞ്ഞാൽ അഗ്നി, തോയം എന്ന് പറഞ്ഞാൽ ജലം. അപ്പോൾ ആയുധങ്ങൾ അഗ്നി, വായു അല്ലെങ്കിൽ ജലപ്രവാഹം, ഓഖം എന്നാൽ പ്രവാഹം എന്നാണ്. അപ്പോൾ ഇതിൽ നിന്നൊന്നും അവർക്ക് ഒരിക്കലും കഥാചിത് സംഭവിഷ്യതി, ഒരിക്കലും അവർക്ക് ഉപദ്രവങ്ങളൊന്നും തന്നെയും ഉണ്ടാവുന്നില്ല. അതായത് ഏത് വിധത്തിൽ അവർക്കൊരു ദുഃഖം നേരിടേണ്ടി വന്നാലും അവിടെയൊക്കെ അമ്മയുടെ ആ ഒരു സംരക്ഷണം, ഇത് പാരായണം ചെയ്യുന്നതിൻ്റെ കേൾക്കുന്നതിൻ്റെ സംരക്ഷണം ഉണ്ടാകുമെന്നാണ് അമ്മ ഉറപ്പു തരുന്നത്. ഇനി അടുത്തത് 6-ാമത്തെ ശ്ലോകമാണ്. തസ്മാൻ മമൈതൻ മാഹാത്മ്യം പഠിതവ്യം സമാഹിതൈ ശ്രോതവ്യം ച സദാ ഭക്ത്യാ പരം സ്വസ്ത്യയനം മഹത്. തസ്മാത്, അതുകൊണ്ട് മമ ഏതൻ മാഹാത്മ്യം, എൻ്റെ ഈ മാഹാത്മ്യത്തെ, ഈ ചരിതത്തെ, മഹാത്മ്യ ചരിതത്തെ പഠിതവ്യം സമാഹിതൈ, ശ്രദ്ധാപൂർവം അതിനെ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശ്രോതവ്യം ച സദാ ഭക്ത്യാ, ഭക്തിയോടുകൂടി അതിനെ ശ്രോതവ്യം കേൾക്കേണ്ടതുമാകുന്നു. പരം സ്വസ്ത്യയനം മഹത്, അങ്ങനെ ചെയ്താൽ ഈ മഹാത്മ്യം അത്യന്തം മംഗളകരവും പൂജ്യതയും ഉണ്ടാക്കുന്നു. എന്ന് പറഞ്ഞാൽ അതായത് ഇത് പാരായണം ചെയ്യുന്നവരിൽ ദേവിയുടെ ആ ഒരു കാരുണ്യമുള്ളത് കൊണ്ട് തന്നെ അവരുടെ എല്ലാ കർമ്മങ്ങളും മംഗളകരമായി മാറുന്നു. മറ്റുള്ളവരാൽ ബഹുമാനിതരുമായി ഭവിക്കുന്നു. അതുകൊണ്ട് നിത്യവും ഇത് പാരായണം ചെയ്യണം എന്ന് പറയുകയാണ്. ഇനി 7-ാമത്തെ ശ്ലോകമാണ്. ഉപസർഗാനശേഷാംസ്തു മഹാമാരീ സമുദ്ഭവാൻ തഥാ ത്രിവിധമുത്പാദം മാഹാത്മ്യം ശമയേൻ മമ. ഉപസർഗാനശേഷാംസ്തു മഹാമാരീ സമുദ്ഭവാൻ. ഈ അമ്മയുടെ ഈ ദേവി മഹാത്മ്യം, ഈ ഒരു ചരിതം കൊണ്ടുള്ള പ്രയോജനത്തെ വീണ്ടും ദേവി പറയുകയാണ്. ഉപസർഗാൻ അശേഷാംസ്തു മഹാമാരി സമുദ്ഭവാൻ, മഹാമാരി മൂലമുണ്ടാകുന്നതായിട്ടുള്ള ഉപസർഗാൻ, മഹാമാരി സമുദ്ഭവൻ, അതായത് മഹാമാരിയിൽ നിന്നും ഉണ്ടാകുന്നതായിട്ടുള്ള ഉപസർഗാൻ അശേഷാംസ്തു, എല്ലാവിധത്തിലുള്ള ഉപദ്രവങ്ങളെയും, പിന്നെ തഥാ ത്രിവിധമുത്പാദം, അങ്ങനെ ഉണ്ടാകുന്ന ഉപദ്രവങ്ങളെ തന്നെയല്ല വ്യാധി ആദിയായിട്ടുള്ള വിഷമതകളെയും ഒക്കെ നീക്കം ചെയ്യുവാൻ ഈ ദേവി മഹാത്മ്യത്തിന് കഴിയുമെന്ന് പറയുകയാണ്. കഴിഞ്ഞില്ല. തഥാ ത്രിവിധം ഉത്പാദം, 3 വിധത്തിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ദോഷങ്ങളെയും, അതായത് ആധിഭൗതികം, ആധിദൈവികം,
ആധ്യാത്മികം, ഇങ്ങനെയുള്ള 3 തരത്തിലുള്ള ദുഃഖങ്ങളെയും ഇല്ലാതെയാക്കുവാൻ മാഹാത്മ്യം ശമയേൻ മമ മാഹാത്മ്യം ശമയേത്, എൻ്റെ ഈ മാഹാത്മ്യം പഠിച്ചാൽ തന്നെ അതുകൊണ്ട് തന്നെ ഇല്ലാതെയാകും 3 തരത്തിലുള്ള ദുഃഖങ്ങളും. ഇവിടെ മുൻപ് പറഞ്ഞിട്ടുള്ളതാണ്. ആധ്യാത്മികം, ആധിഭൗതികം, ആധിദൈവികം. ഇവിടെ ആധിഭൗതികം എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഭൂതങ്ങളിൽ നിന്ന് അഥവാ സൃഷ്ടിക്കപ്പെട്ട മറ്റുള്ളവയിൽ നിന്നും നമുക്കുണ്ടാകുന്ന തരത്തിലുള്ള വിഷമങ്ങളൊക്കെ ദുഃഖങ്ങളൊക്കെയും ഇല്ലാതെയാക്കും. പിന്നെയോ ആധിദൈവികം എന്ന് പറഞ്ഞാൽ, ദൈവികം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങൾ. അതായത് ഇപ്പോൾ പറഞ്ഞ പോലെ പ്രളയം, ഇടിമിന്നൽ, മറ്റുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെയും നമ്മുടെ നിയന്ത്രണത്തിലല്ല. അത് മറ്റേതോ ഒരു ശക്തിയുടെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ആധിദൈവികങ്ങളായിട്ടുള്ള ദുഃഖങ്ങളെയും അമ്മ ഇല്ലാതെയാക്കി തരുന്നു. പിന്നെയോ ആധ്യാത്മികം, നമ്മുടെ തന്നെ ശരീരവും മനസ്സും നമ്മളെ ഇടയ്ക്കിടെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ ചിന്തകളിലൂടെയാവാം, നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളിലൂടെയാകാം, പലതരത്തിലുള്ള ദുഃഖങ്ങൾ നമുക്കുണ്ടാകുന്നുണ്ട്. ഇവയെ എല്ലാം ഇങ്ങനെ 3 വിധത്തിലുള്ള ദുഃഖങ്ങളെയും, ത്രിവിധം ഉത്പാദം, 3 വിധത്തിൽ ഉണ്ടാകുന്നതായ ദുഃഖങ്ങളെയും എൻ്റെ ഈ മാഹാത്മ്യം ശ്രവിക്കുന്നതിലൂടെ തന്നെ, അത് ആദ്യമേ പറഞ്ഞു, പാരായണം ചെയ്തില്ലെങ്കിലും ഭക്തിയോടുകൂടി ശ്രവിക്കുന്നത് പോലും ഉത്തമമാണ് എന്ന് അമ്മ പറഞ്ഞു. അപ്പോൾ അങ്ങനെ 3 വിധത്തിലുള്ള ദുഃഖങ്ങളെയും അമ്മ ഇല്ലാതെയാക്കുന്നു. ഇനി അടുത്തത് 8ാമത്തെ ശ്ലോകമാണ്. യത്രൈതത് പഠ്യതേ സമ്യക് നിത്യമായതനേ മമ സദാ ന തദ്വിമോക്ഷ്യാമി സാന്നിധ്യം തത്ര മേ സ്ഥിരം. അപ്പോൾ ഇവിടെ പറയുകയാണ്, യത്രൈതത് പഠ്യതേ സമ്യക്, യത്ര ഏതത്, എവിടെയാണോ ഈ ഒരു ഗ്രന്ഥത്തെ പഠ്യതേ സമ്യക്, വളരെ വിശേഷപൂർവം, അതായത് ഭക്തിയോടുകൂടി ഇതിനെ പഠ്യതേ പഠിക്കുന്നത് അഥവാ ഗ്രഹിക്കാൻ ശ്രമിക്കുന്നത്, അത് കേൾവിയിലൂടെയാകാം പാരായണത്തിലൂടെയാകാം, 2 തരത്തിലായിരുന്നാലും എങ്ങനെ നിത്യമായതനേ മമ, എന്നും നിത്യവും ഇത് വേണ്ട വിധത്തിൽ പഠിക്കുന്നുവോ സ്ഥാനം തന്നെ വിമോക്ഷ്യാമി. ഇവിടെ സദാന തദ്വിമോക്ഷ്യാമി 2 തരത്തിലും കാണാറുണ്ട് ഗ്രന്ഥങ്ങളിൽ. തത് ന വിമോക്ഷ്യാമി, അവിടെ എൻ്റെ ഒരു ആ ഇടത്ത് എവിടെയാണോ എൻ്റെ ഈ ഏതൊരു ഗൃഹത്തിലാണോ എൻ്റെ ഈ മാഹാത്മ്യം സ്ഥിരമായി പാരായണം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഭക്തിയോടുകൂടി ശ്രവിക്കപ്പെടുന്നത്, അവിടെ ഞാൻ വിട്ടുപോവുകയില്ല, അവിടെ ഞാൻ സ്ഥിരമായി ഉണ്ടാകും. സാന്നിധ്യം തത്രമേ സ്ഥിരം, അവിടെ എൻ്റെ സാന്നിധ്യം സ്ഥിരമായി തന്നെ സംഭവിക്കുന്നതാണ്. ഇനി 9ാമത്തെ ശ്ലോകമാണ്. ബലിപ്രദാനേ പൂജായാം അഗ്നികാര്യേ മഹോത്സവേ സർവം മമൈതത് ചരിതം ഉച്ചാര്യം ശ്രാവ്യമേവ ച. ബലിപ്രദാനേ പൂജായാം അഗ്നികാര്യേ മഹോത്സവേ, ഇവിടെ ദുർഗാബലി തുടങ്ങിയ ബലികളെക്കുറിച്ചാണ് പറയുന്നത്. ബലിപ്രദാനെ ബലി നടത്തുമ്പോൾ, പൂജായാം അഗ്നികാര്യേ മഹോത്സവേ, പൂജാദികൾ നടത്തുമ്പോഴും ബലികൾ നടത്തുമ്പോഴും പൂജാദികൾ നടത്തുമ്പോഴും, അഗ്നികാര്യേ മഹോത്സവേ എന്ന് പറഞ്ഞാൽ ഹോമാദി കർമ്മങ്ങൾ ചെയ്യുമ്പോഴും, സർവം മമൈതച്ചരിതം ഉച്ചാര്യം ശ്രാവ്യമേവ ച, സർവം മമ ഏതച്ചരിതം, എപ്പോഴും എല്ലായിടത്തും എൻ്റെ ഈ മാഹാത്മ്യം, മമ ഏതച്ചരിതം, എൻ്റെ ഈ ഒരു മാഹാത്മ്യത്തെ ഉച്ചാര്യം ശ്രാവ്യമേവ ച, അതായത് ഉച്ചരിക്കപ്പെടുവാൻ തന്നെയല്ല ശ്രാവ്യം കേൾക്കപ്പെടുവാനും അത്യധികം ഉത്തമമാകുന്നു അല്ലെങ്കിൽ അതിവിശിഷ്ടമാകുന്നു. ഇനി 10ാമത്തെ ശ്ലോകമാണ്. ജാനതാ ജാനതാ വാപി ബലിപൂജാം തഥാ കൃതാം പ്രതീക്ഷിഷ്യാമ്യഹം പ്രീത്യാ വഹ്നിഹോമം തഥാ കൃതം. ജാനത അജാനത വ അപി, അറിഞ്ഞും, ജാനത എന്ന് പറഞ്ഞാൽ അറിഞ്ഞും, അജാനത അറിയാതെയും, അറിഞ്ഞും അറിയാതെയും ഒക്കെ, വാ അപി അതായത് 2 തരത്തിലാണെങ്കിലും, ബലിപൂജാം തഥാകൃതാം, ബലിപൂജാദികളിലും അതുപോലെ മറ്റ് ഹോമാദികളിലും, തഥാകൃതാം അതുപോലെയുള്ള മറ്റ് ഹോമാദികളിലും, അഗ്നിഹോമം എന്ന് പറഞ്ഞിരിക്കുന്നത് അതാണ് ആ ഹോമാദികളിൽ,
സംപ്രതീച്ഛാമി അഹം പ്രീത്യ. എൻ്റെ ഈ ചരിതത്തെ ഉച്ചരിച്ചുകൊണ്ട് നടത്തിയാൽ സംപ്രതീച്ഛാമി അഹം, അതെല്ലാം ഞാൻ പ്രീതിപൂർവം, പ്രീത്യ അഹം സംപ്രതീച്ഛ, അതെല്ലാം ഞാൻ പ്രീതിപൂർവം സ്വീകരിക്കുന്നതാണ്. അപ്പോൾ അറിഞ്ഞുകൊണ്ട് ജപിച്ചാലും അറിയാതെ ജപിച്ചാലും, നമ്മളിനിയും പലപ്പോഴും പലർക്കും ഭയമാണ്, ഇതിൻ്റെ അർത്ഥം അറിയില്ല, എങ്ങനെയാ വായിക്കുക. അറിയുന്നത് പോലെ ജപിക്കുക. ഒരു കുഞ്ഞ്, നമുക്കറിയാം, ഒരു കൊച്ചു കുഞ്ഞ് അമ്മേ എന്ന് വിളിക്കാൻ തുടങ്ങുമ്പോൾ അത് പലപ്പോഴും അമ്മേ എന്ന് മുഴുവൻ പറഞ്ഞില്ല എന്നിരിക്കും, ആ എന്ന അക്ഷരം പോലും വന്നില്ല എന്നിരിക്കും ആ കുഞ്ഞു നാവിൽ. ചിലപ്പോൾ മേ എന്ന് മാത്രമാവും വരിക. പക്ഷേ അതിൻ്റെ പേരിൽ ഒരമ്മയും തൻ്റെ കുഞ്ഞിനോട് ദേഷ്യം പുലർത്താറില്ല. ആ കേൾക്കുന്നതിലും ആ കേൾക്കുമ്പോൾ പോലും അമ്മയുടെ ഉള്ളിൽ ആ ഒരു വാത്സല്യത്തിൻ്റെ കിനിവ, മാധുര്യമാണ് നിറയുന്നത്, അല്ലേ? തൻ്റെ കുഞ്ഞിൽ നിന്ന് അത്രയും കേട്ടുല്ലോ എന്നുള്ള ഒരു ആനന്ദം, ഒരു സംതൃപ്തി, ഒരു നിർവൃതിയാണ് അമ്മയ്ക്കുണ്ടാവുക. ഇതേപോലെയാണ് നമ്മളൊക്കെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുമ്പോൾ, അത് ദേവി മഹാത്മ്യമായിക്കോട്ടെ, ദേവി നാരായണീയമായിക്കോട്ടെ, ഇപ്പോൾ ശാക്തേയരായിട്ടുള്ള ഭക്തര് ദേവീ സംബന്ധമായിട്ടുള്ള കൃതികളാവും, ദേവി ഭാഗവതമായിക്കോട്ടെ, ഏത് പാരായണം ചെയ്യുമ്പോഴും ഓർക്ക് നമുക്കൊക്കെ തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവാം, തെറ്റുകൾ വന്നു പോകുന്നുണ്ടാവാം. ഒരിക്കലും അമ്മ നമ്മളെ അതിൻ്റെ പേരിൽ ശിക്ഷിക്കില്ല, നമ്മളോട് കോപിക്കില്ല. അമ്മ നമ്മൾ അത്രയും പാരായണം ചെയ്യുമ്പോൾ നമ്മളിൽ നിന്ന് വരുന്ന തെറ്റുകളും അമ്മയ്ക്കുള്ള അർച്ചനയായി കണ്ട് അമ്മ സ്വീകരിക്കും, അമ്മ സംപ്രീതയാക്കും. ഇവിടെ അതാണ് പറഞ്ഞ, അറിഞ്ഞോ അറിയാതെയോ ആയിക്കോട്ടെ, ഇതിൻ്റെ ഒന്നും മഹത്വം അറിയില്ലായിരിക്കാം, ഇനിയല്ല അറിഞ്ഞുകൊണ്ട് തന്നെ പാരായണം ചെയ്താലും കേട്ടാലും അമ്മ പറയുകയാണ്, ഇതുപോലെയുള്ള പ്രത്യേകിച്ചും ബലിപൂജാദികളിലും ഹോമാദികളിലും ഒക്കെ ഈ നടക്കുന്ന വേളകളിൽ ഈ ദേവി മഹാത്മ്യം പാരായണം ചെയ്താൽ ഞാനത് പ്രീതിപൂർവം സ്വീകരിക്കുന്നതാണ്. ഇനി അടുത്തത് 11ാമത്തെ ശ്ലോകമാണ്. ശരത്കാലേ ച യാ പൂജ ക്രിയത്തെ യാ ച വർഷികീം തസ്യാം മമൈതന്മാഹാത്മ്യം ശ്രുത്വാ ഭക്തി സമന്വിതഃ. ശരത്കാലേ ച യാ പൂജ, ശരത്കാലത്തിലും നമുക്കറിയാം മഹാനവമി നാളിലുമൊക്കെ ചെയ്യപ്പെടുന്നതായിട്ടുള്ള പൂജകളിൽ ക്രിയത്തെ യാ ച വാർഷികി, അതായത് ക്രിയത്തെ യാച ചെയ്യപ്പെടുന്നതായിട്ടുള്ള പൂജകളിൽ തസ്യാം മമൈതൻ മാഹാത്മ്യം ശ്രുത്വാ ഭക്തി സമന്വിത, അങ്ങനെ ചെയ്യപ്പെടുന്ന വേളകളിലൊക്കെയും മമൈതൻ മാഹാത്മ്യം, മമ ഏതത് മാഹാത്മ്യം, എൻ്റെ ഈ മാഹാത്മ്യ കഥയെ ശ്രുത്വാ ഭക്തി സമന്വിത, ചൊല്ലുകയും കേൾക്കുകയും ചെയ്യുന്നത് എങ്ങനെ? ഭക്തിയോടുകൂടി ചെയ്യുന്നത്. അങ്ങനെയുള്ള ഭക്തർക്ക് 12ാമത്തെ ശ്ലോകം അതിൻ്റെ തുടർച്ചയാണ്, നമുക്ക് നോക്കാം. സർവബാധാ വിനിർമുക്തോ ധനധാന്യ സമന്വിത മനുഷ്യോ മത് പ്രസാദേന ഭവിഷ്യതിന സംശയ. സർവബാധാ വിനിർമുക്തോ, അങ്ങനെയുള്ള എൻ്റെ ഭക്തർക്ക്, മനുഷ്യർക്ക് എൻ്റെ പ്രസാദത്താൽ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും വിനിർമുക്ത മോചനം ലഭിക്കുന്നു. ധനധാന്യ സമന്വിത, ധനധാന്യാദികൾ വർദ്ധിക്കുന്നു. മനുഷ്യോ മത് പ്രസാദേന ഭവിഷ്യതിന സംശയ. ഇവിടെ ഈ രണ്ട് കാര്യങ്ങളും, എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു, ധനധാന്യങ്ങൾ വർദ്ധിക്കപ്പെടുന്നു. ആർക്ക്? മനുഷ്യോ, എല്ലാ മനുഷ്യർക്കും. എന്നെ അങ്ങനെ ഭക്തിയോടുകൂടി എൻ്റെ ഈ ചരിതത്തെ പഠിക്കുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് എപ്പോഴൊക്കെയാണെന്ന് പറഞ്ഞു? ശരത്കാലങ്ങളിലും മഹാനവമി നാളിലുമെന്ന് എടുത്തും കൂടി പറഞ്ഞു. കാരണം അന്നേരം ചെയ്യപ്പെടുന്ന പൂജകളുടെ വേളകളിൽ ഇത് പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും ഒന്നുകൂടി ഉത്തമമാണ്. അതുകൊണ്ട് അങ്ങനെ അതിനുള്ള ഭാഗ്യം സിദ്ധിക്കുന്ന മനുഷ്യർക്ക് സർവബാധ വിനിർമുക്ത, അതുപോലെ ധനധാന്യ സമന്വിത, ഇത് രണ്ടും ഉണ്ടാകുന്നതാണ്. ഇതിന് യാതൊരു ഭവിഷ്യതി ന സംശയ, യാതൊരു സംശയവുമില്ല. ഇനി അടുത്തത് 13ാമത്തെ ശ്ലോകമാണ്. ശ്രുത്വാ മമൈതൻ മാഹാത്മ്യം തഥാ ചോത്പത്തയഃ ശുഭാ പരാക്രമം ച യുദ്ധേഷു ജായതേ നിർഭയഃ പുമാൻ. ശ്രുത്വാ മമൈതൻ മാഹാത്മ്യം, എൻ്റെ ഈ ദേവീ മാഹാത്മ്യത്തിൽ വിവരിക്കുന്നതായിട്ടുള്ള ദേവിയുടെ ഈ കഥകൾ
തഥാ ച ഉത്പത്തയ ശുഭാഹ, എല്ലാ ഉൽപ്പത്തി പ്രകാരങ്ങളെയും, അതുപോലെ പരാക്രമം ച യുദ്ധേഷു, യുദ്ധത്തിലെ പരാക്രമവിധങ്ങളെയും ഒക്കെയും വിവരിക്കുന്ന ഈ ദേവി മഹാത്മ്യത്തിലെ ജായതേ നിർഭയ പുമാൻ, അതിനെയൊക്കെ ഭക്തിയോടുകൂടി കേൾക്കുന്നവര്, പുമാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ, ജായതേ നിർഭയ പുമാൻ, അങ്ങനെയുള്ള മനുഷ്യർക്ക് യാതൊരു വിധമായ ഭയങ്ങളും ഉണ്ടാവുന്നില്ല. തന്നെയല്ല ഇവിടെ പറഞ്ഞു ശുഭ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള മനുഷ്യർക്ക് മരണകാലത്തു പോലും അവർക്ക് ശുഭമുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അശുഭമായിട്ടൊന്നും ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ, അശുഭം എന്ന് സാധാരണ നമ്മൾ കണക്കാക്കുക മരണം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ദുഃഖത്തെ തരുന്നതാണ്. അതിനൊരു അശുഭകരമായ ഒരു നിറമാണ് നമ്മൾ അതിന് കൊടുക്കാറുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള മരണകാലത്തുണ്ടാകുന്ന ആ ഒരു ഭയം പോലും ഇല്ലാതെയാകും. അതായത് ആ അശുഭമായ കർമ്മത്തെ പോലും ശാന്തമായി നേരിടുമ്പോൾ, സന്തോഷത്തോടുകൂടി ആ ഒരു അവസ്ഥാന്തരത്തെ പ്രാപിക്കുമ്പോൾ അതും ശുഭമായി മാറുന്നു. അതായത് അന്ധക ഭയം പോലും ഉണ്ടാകുന്നില്ല. ഇനി അടുത്തത് 14ാമത്തെ ശ്ലോകമാണ്. രിപവ സംക്ഷയം യാന്തി കല്യാണം ചോപപദ്യതേ നന്ദതേ ച കുലം പുംസാം മാഹാത്മ്യം മമ ശൃണ്വതാം. രിപവ സംക്ഷയം യാന്തി, ശത്രുക്കളെ സംക്ഷയം യാന്തി, ക്ഷയത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ അവർക്ക് അടിക്കടി നാശമുണ്ടാകുന്നു. ആരുടെ? ഈ ദേവി മഹാത്മ്യത്തെ ഭക്തിയോടുകൂടി കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരുടെ ശത്രുക്കൾക്ക് ക്ഷയമുണ്ടാകുന്നു. കല്യാണം ച ഉപപദ്യതേ, ശ്രോതാക്കൾക്കാകട്ടെ കല്യാണം ച ഉപപദ്യതേ, അവർക്ക് മംഗളമുണ്ടാകുന്നു. നന്ദതേജ കുലം പുംസാം, ധാരാളം സന്തതികളെ കൊണ്ട്, കുലം പുംസാം നന്ദതേ, വംശം വർദ്ധിക്കുന്നു. മഹാത്മ്യം മമ ശൃണ്വതാം, എൻ്റെ ഈ ദേവി മഹാത്മ്യ ചരിതത്തെ കേൾക്കുന്നത് കൊണ്ട് തന്നെ ഇത്രയേറെ ഗുണങ്ങളുണ്ട്. അമ്മയുടെ അനുഗ്രഹം അത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്നു. ഇനി അടുത്തത് 15ാമത്തെ ശ്ലോകമാണ്. ശാന്തി കർമ്മണി സർവത്ര തഥാ ദുസ്വപ്ന ദർശനേ ഗ്രഹപീഡാസു ചോഗ്രാസു മാഹാത്മ്യം ശൃണുയാൻ മമ. ശാന്തി കർമാണി സർവത്ര തഥാ ദുസ്വപ്ന ദർശനേ. ശാന്തി കർമ്മണി എന്ന് പറഞ്ഞാൽ അനർത്ഥത്തിന് ശാന്തിയെ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും, സർവത്ര എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മങ്ങളിലും, തഥാ ദുസ്വപ്ന ദർശനെ, ദുസ്വപ്നം കാണുമ്പോഴും, ഗ്രഹപീഡാസു ചോഗ്രാസു, ഗ്രഹപീഡാസു ച ഉഗ്രാസു ആണ്. ഗ്രഹപീഡാസു ചോഗ്രാസു എന്ന് പറഞ്ഞാൽ അത്യുഗ്രങ്ങളായിട്ടുള്ള ഗ്രഹപീഡകളൊക്കെ ഉണ്ടാകുമ്പോഴും മാഹാത്മ്യം ശൃണുയാൻ മമ, ഈ ദേവി മാഹാത്മ്യം കേട്ടാൽ അതിന് ശമനം ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ ശാന്തി കർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ശാന്തി ഉണ്ടാകുന്നതിനായിട്ട്, അനർത്ഥങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കുന്നതിനായിട്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളിലും, അതുപോലെ നമുക്കൊക്കെ ദുസ്വപ്നം കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയം, അപ്പോഴും പിന്നെയോ ജീവിതത്തിൽ വല്ലാത്ത പ്രതിസന്ധികൾ, നമുക്ക് തരണം ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്ന പ്രതിസന്ധികളിൽ എത്തിപ്പെടുമ്പോഴും, അത്യുഗ്രങ്ങളായിട്ടുള്ള ഗ്രഹപീഡകൾ ഉണ്ടാകുമ്പോഴും ഈ ദേവി മഹാത്മ്യം കേട്ടാൽ അതിന് ഒരു മോചനമുണ്ടാകും, അതിന് ശമനം സംഭവിക്കും എന്ന് പറയുകയാണ് ദേവി. ഇനി അടുത്തത് 16ാമത്തെ ശ്ലോകമാണ്. ഉപസർഗാശമം യാന്തി ഗ്രഹപീഡാശ്ച ദാരുണാ ദുസ്വപ്നം ചന്ദ്രഭിർദൃഷ്ടം സുസ്വപ്നമുപജായത്തെ. ഉപസർഗാക്ഷയം യാന്തി, അതായത് നമുക്ക് ഉപസർഗ യാന്തി ക്ഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാധോപദ്രവാദികളൊക്കെയും ക്ഷയത്തെ പ്രാപിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകാവുന്ന ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, സങ്കടങ്ങൾ തുടങ്ങിയ ബാധകൾ അവയൊക്കെയും
ഇല്ലാതെയാകുന്നു, ക്ഷയിക്കുന്നു. ഗ്രഹപീഡാശ്ചദാരുണ, അതിഭയങ്കരങ്ങളായിട്ടുള്ള ദാരുണങ്ങളായിട്ടുള്ള ഗ്രഹപീഡകളൊക്കെയും എന്തു ചെയ്യുന്നു? ശമിക്കുന്നു. ദുസ്വപ്നം ച നൃഭിർദൃഷ്ടം, ദുസ്വപ്നം നമ്മൾ കാണുന്ന ദുസ്വപ്നങ്ങളൊക്കെയും അവയ്ക്കൊക്കെ നൃഭിർദൃഷ്ടം, അവയൊക്കെ എന്തായിട്ട് മാറുന്നു? സുസ്വപ്നമുപജായത, അതായത് ദുസ്വപ്നങ്ങൾ കാണുന്നതൊക്കെ നിന്നുപോയിട്ട് സുസ്വപ്നമുപജായത, നല്ല സ്വപ്നങ്ങളായി തീരുന്നു. അപ്പോൾ നമ്മൾ ദുസ്വപ്നം കാണുന്നതൊക്കെ നിന്നുപോകും, നല്ല സ്വപ്നങ്ങളൊക്കെ കാണുവാൻ തുടങ്ങുന്നു. ഇനി അടുത്തത് 17ാമത്തെ ശ്ലോകമാണ്. ബാലഗ്രഹാഭിഭൂതാനാം ബാലാനാം ശാന്തികാരകം സംഘാതഭേദേ ച നൃണാം മൈത്രീകരണമുത്തമം. ബാലഗ്രഹാഭിഭൂതാനാം, ബാലന്മാരെയൊക്കെ, അതായത് ഇപ്പോൾ ഗ്രഹങ്ങളുടെയൊക്കെ സ്ഥാനം മൂലം ഉണ്ടാകാവുന്ന പീഡകളെ കൊണ്ട് ബാധിക്കപ്പെട്ട ബാലന്മാരെ അതിനൊക്കെയും ഒരു ശമനം വന്നിട്ട് ശാന്തികാരകം, ശാന്തിയെ പ്രദാനം ചെയ്യുന്നതിന് എന്തേ വേണ്ടു? ഈ ദേവീമാഹാത്മ്യമൊന്ന് ചൊല്ലി കേൾപ്പിച്ചാൽ മതിയാവും കുട്ടികളെ. സംഘാതഭേദേ ച നൃണാം, നൃണാം മനുഷ്യര് സംഘാതഭേദേ, അതായത് ഒന്നായി നിന്നിരുന്നവരൊക്കെ തെറ്റിമാറി പല വഴിക്കു പോയിട്ടുള്ളവര്, അവരെയൊക്കെ മൈത്രീകരണം ഉത്തമം, തിരികെ കൊണ്ടുവന്ന് മിത്രങ്ങളാക്കി ഒന്നിച്ചു കഴിയുവാൻ ഇടയാക്കുന്നതിനും ഈ ദേവീ മാഹാത്മ്യം പാരായണം ചെയ്യുകയോ കേൾക്കുകയോ ചെയ്താൽ മതി. എങ്ങനെ? ഭക്തിയോടുകൂടി. അപ്പോഴും പറഞ്ഞു, അറിഞ്ഞുകൊണ്ടാണേലും അറിയാതെയാണെങ്കിൽ പോലും കേട്ടാലും ഫലം കിട്ടുമെന്നമ്മ പറയുന്നു. ഇനി അടുത്തത് 18ാമത്തെ മുതൽക്കുള്ള ശ്ലോകങ്ങളാണ്. അത് നമുക്ക് അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ.